ശാപദോഷം അല്ലെങ്കിൽ പ്രാക്ക് ദോഷം എന്ന് പറയുന്ന ഒരു ദോഷത്തെക്കുറിച്ച് ഏതാണ്ട് എല്ലാവർക്കും അറിവുണ്ടായിരിക്കും. ഒരാളുടെ മനോവേദനയിൽ നിന്നോ അല്ലെങ്കിൽ അയാൾക്കുണ്ടാകുന്ന ദുസ്സഹമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്നോ മറ്റൊരാളുടെ നന്മയെ, അയാളുടെ ഭാഗ്യത്തെ എല്ലാം ബാധിക്കുന്ന തരത്തിലുള്ള ശക്തമായിട്ടുള്ള പ്രാപഞ്ചികമായ ഊർജത്തെ എല്ലാം സംഭരിച്ചുകൊണ്ടുള്ള വാക്പ്രയോഗങ്ങൾ നടത്തുന്നതാണ് ഒരു ശാപമായിട്ട് വരിക. അത് ശപിച്ചു എന്ന് തന്നെ വേണ്ട. ഒരാൾ ഒരു കാര്യത്തിന് മേൽ മനോവേദന പൂണ്ടിട്ട് ഞാനല്ല അതിൻ്റെ തെറ്റുകാരൻ എന്നുള്ള രീതിയിൽ പ്രകൃതിയോട് ഇങ്ങനെ പരാതി പറയുമ്പോഴും ആ മനസ്സിൻ്റെ തേങ്ങലുകൾ ഒരു ശാപമായിട്ട് ഇയാൾക്ക് ഈ ദുഃഖമുണ്ടാക്കിയ ആളിലേക്ക് ബാധിക്കാറുണ്ട്. അങ്ങനെ മനുഷ്യരുടെ പല ശാപങ്ങളുണ്ട്. എന്തിനേറെ പറയുന്നു, ജീവികളിൽ നിന്നുള്ള പശു, പട്ടി, പൂച്ച അങ്ങനെയുള്ള മൃഗങ്ങൾ പോലും ഇത്തരം ദുഃഖത്തോടുകൂടി ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് വേദനകൾ ഉണ്ടാകുമ്പോൾ അത് ശാപമായിട്ട് അതിന് കാരണക്കാരനായ വ്യക്തിയിലേക്ക് വന്നു കൂടുന്നു എന്നൊരു വിശ്വാസമുണ്ട്. ഈ വിശ്വാസം നമ്മൾ ഒന്ന് അസ്ട്രോളജിയുടെ വഴിയിലൂടെ നോക്കുമ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് കണ്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ശാപം ബാലശാപം എന്നുള്ളതാണ്. കുട്ടികളിൽ നിന്ന് ഏൽക്കുന്ന ശാപം. ഈ ശാപം ഒരു മനുഷ്യ ജീവിതത്തിൽ വരുത്തി വെക്കുന്ന വിനകൾ അതിഭയങ്കരമാണ്. പലപ്പോഴും ഈ ശാപം ഏറ്റുവാങ്ങുന്നതിന് പ്രധാന കാരണം കുട്ടികളെ അകാരണമായിട്ട് ഉപദ്രവിക്കുക, അവരെ വഴക്ക് പറയുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തികളിലാണ്. എന്ന് വെച്ചാൽ ഒരു മാതാവ് കുട്ടികളെ ശകാരിക്കുന്നതോ പിതാവ് ശകാരിക്കുന്നതോ ബന്ധുജനങ്ങളെ ആ കുട്ടിയെ ദുർഗുണങ്ങളിൽ നിന്ന് മാറി നടക്കാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി വഴക്ക് പറയുന്നത്, അടി കൊടുക്കുന്ന, അതൊന്നും അല്ല ഇവിടെ പറയുന്നത്. ഒരു കുട്ടിക്ക് തികച്ചും അകാരണമായ ആ കുട്ടിയെ ഉപദ്രവിക്കുന്ന ചില അവസ്ഥകൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമാക്കാം. എങ്കിൽ അതിനു മുമ്പ് ഒരു സംഭവത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ശാപത്തിന്റെ ഒരു തീവ്രത ഞാൻ പറഞ്ഞുതരാം. അതായത് എന്നെ കാണാനൊരു അധ്യാപകൻ വരികയാണ്. അദ്ദേഹം റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ഒരു 10 വർഷത്തിന് അടുപ്പിച്ചായി. അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകനായിരുന്നില്ല, പക്ഷെ എനിക്ക് അറിയാവുന്ന ഒരു സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്നു. റിട്ടയർമെന്റിന്റെ സമയത്താണ് അദ്ദേഹം പ്രധാന അധ്യാപകനായത് എന്നാണ് ഓർമ്മ. അപ്പൊ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ നാട്ടിൽ കുറച്ചൊക്കെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. ഈ രാഷ്ട്രീയ പാർട്ടിയിലാകട്ടെ ഈ മതങ്ങളുമായി അല്ലെങ്കിൽ ആചാരങ്ങളുമായിട്ടൊന്നും വലിയ അടുപ്പമില്ലാത്ത പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ക്ഷേത്രത്തിൽ പോവുക അങ്ങനെയുള്ള കാര്യമില്ല. അങ്ങനെയുള്ള ഒരു ജീവിതചര്യയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം അസ്ട്രോളജിയൊക്കെ നോക്കുന്ന എന്നെ കാണാൻ വരുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അദ്ദേഹം കുറെ കാലമായിട്ട് ഉള്ളിൽ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം ഇദ്ദേഹം വരുമ്പോൾ തന്നെ അദ്ദേഹം കൈയെടുത്ത് മേശപ്പുറത്ത് വയ്ക്കുമ്പോൾ വല്ലാണ്ട് വിറയിൽ കഴിക്കാൻ അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച എന്തെങ്കിലും രോഗമായിരിക്കാം, അല്ലെങ്കിൽ മദ്യം എങ്ങാനും കഴിക്കുന്ന എന്തെങ്കിലും ആയിരിക്കാം. കാര്യം മദ്യം ഒന്നും കഴിച്ച് കണ്ടിട്ടില്ല, ഇനി ഓരോരുത്തരുടെ രഹസ്യം നമുക്കറിയില്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഇതെന്ത് പറ്റിയെന്ന്. ഒറ്റവട്ടത്തിൽ തന്നെ ആരും ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതേക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു നീറ്റലുണ്ട്. അതിനു മുമ്പ് അങ്ങ് എനിക്ക് ഒരു കാര്യം ചെയ്തു തരണം. എനിക്ക് എന്തെങ്കിലും ശാപം മറ്റോ ഏറ്റിട്ടുണ്ടോ എന്നൊന്ന് നോക്കി തരണം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമുക്കൊന്ന് കവടി വെച്ച് അത് ചിന്തിക്കാന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ ഇദ്ദേഹത്തിനൊരു ബാലശാപം ഏറ്റതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഞാനത് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു. വല്ലാണ്ട് ഇമോഷണൽ ആയിട്ട് അദ്ദേഹം ഇരുന്നു. ഞാൻ പറഞ്ഞു ഈ ബാലശാപം ഏറ്റിട്ട് കുറെ വർഷമായി, 10-23 വർഷത്തിന് പുറകെ ഏറ്റതാണ്. അതിന്റെ അനുഭവം കെടുതിയിലൂടെ അങ്ങ് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു തന്നെയാണ്. എന്താ പറ്റിയെന്ന് വെച്ചപ്പോൾ ഞാൻ ചോദിച്ചത് കുട്ടികളെ എങ്ങാനും അകാരണമായി തല്ലിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമാണോ എന്താണ് എന്ന് ചോദിച്ചു. സാധാരണ അധ്യാപകർക്ക് ചിലപ്പോൾ കുട്ടികളെയൊക്കെ തല്ലുമ്പോൾ കുട്ടികളിലെ ഒരു തെറ്റ് ചെയ്യാത്ത കുട്ടിയാണ് ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം അതിൻ്റെ ആ കുട്ടിയുടെ മനസ്സിൽ നിന്നുള്ള ഒരു നെഗറ്റീവ് ഉണ്ടാവാം. അധ്യാപകർ എന്ന് വെച്ചാൽ മാതൃകയായിരിക്കണം. ഒരു കുട്ടിയുടെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ശിക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഗുരുനാഥന് അവരെ ശകാരിക്കാനുള്ള ഇതുണ്ട്. പക്ഷെ തെറ്റ് ചെയ്യാത്തൊരു കുട്ടിയെ എന്തെങ്കിലും ഊഹാപോഹങ്ങളുടെ പേരിൽ ശിക്ഷിക്കുകയാണെങ്കിൽ അത് അധ്യാപകനാണെങ്കിലും അധ്യാപകൻ മാതൃകയായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കണം, ഗുരു മാതൃകയായിരിക്കണം. തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്തെങ്കിൽ അതിൻ്റെതായ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന പ്രതികരണങ്ങൾ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നെഗറ്റീവായിട്ട് വരും. അത് നമുക്ക് ശാപം എന്നുള്ള രീതിയിൽ വിവക്ഷിക്കേണ്ടി വരും. ഇദ്ദേഹം പറഞ്ഞ കാര്യം വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞ 23 മുതൽ 25 വർഷത്തിനകത്തുള്ളൊരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന്റെ മകൻ അന്ന് അദ്ദേഹം പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കുട്ടി 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഒരു ദിവസം ആ ക്ലാസ്സിലെ ഇച്ചിരി ധനാഢ്യനായ ഒരു കുട്ടി ഒരു വാച്ച് കൊണ്ടുവരികയാണ് ക്ലാസ്സിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്ന കർശനമായിട്ടുള്ള ഇതുണ്ടെങ്കിലും കുട്ടിയുടെ പിതാവ് വിദേശത്തുനിന്ന് കൊണ്ടുവന്നൊരു വാച്ച് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ഈ കുട്ടി കൊണ്ടുവരുന്നു. എല്ലാ കുട്ടികളും കാണിച്ചു കൊടുക്കുന്നു. എല്ലാവരും അത്ഭുതം കൂറുന്നു. അങ്ങനെ ആ കുട്ടി സന്തോഷിച്ച് ഉച്ചയ്ക്ക്
ഭക്ഷണം കഴിക്കാനായിട്ട് പോയ സമയത്ത് ആരോ ഈ വാച്ചിനെ എടുത്തുകൊണ്ട് പോവുകയാണ്. കുട്ടി വൈകുന്നേരത്തോടു കൂടിയാണ് ഇത് അറിയുന്നത്. അവൻ ക്ലാസ്സിൽ കിടന്ന് കരഞ്ഞു. പിന്നെ അധ്യാപകരെയൊക്കെ വിളിച്ചു പറഞ്ഞു. അധ്യാപകർ വന്ന് അവിടെ എല്ലാം പരിശോധിച്ചു. പക്ഷെ വാച്ചൊന്നും കിട്ടിയില്ല. ആരെടുത്തു എന്നൊക്കെ ചോദിച്ചിട്ട് ആരും ഒന്നും മിണ്ടിയില്ല. അറിയില്ല ആ വാച്ച് എവിടെ പോയി എന്നുള്ളത്. അങ്ങനെ കുട്ടി കരഞ്ഞുകൊണ്ട് അതിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അന്ന് അധ്യാപകൻ വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഇടയ്ക്ക് അമ്മ വന്നിട്ട് പറയുകയാണ്, നമ്മുടെ മോൻ്റെ ബാഗിൽ നിന്ന് ഒരു വാച്ച് കിട്ടി, അത് അവൻ രഹസ്യമായിട്ട് വച്ചിരുന്നതാണ്, ഇത് കണ്ടോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ ഈ മോഷണം പോയി എന്ന് പറഞ്ഞ വാച്ചാണ് ഈ കിട്ടിയത്. അങ്ങനെ അധ്യാപകൻ മകൻ പുഴയിൽ കുളിക്കാൻ പോയിട്ട് വന്നപ്പം അവനെ പിടിച്ച് 4 അടിയൊക്കെ കൊടുത്ത് ഇതിനെടുത്ത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അറിയാതെ കൗതുകം കൊണ്ട് എടുത്തതാണ്, കുറച്ചു നേരം വെച്ചിട്ട് തിരിച്ചു വെക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ പറ്റിയില്ല എന്നൊക്കെ അവൻ്റെ കഴിവുകൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇനി ഞാനിനി എങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കും, ഇപ്പം തന്നെ അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് കാര്യങ്ങൾ പറയണമെന്നൊക്കെ പറഞ്ഞു. അപ്പം കുട്ടിയുടെ അമ്മ പറഞ്ഞു, അയ്യോ അങ്ങനെ പറയരുത്, കാര്യം ഇപ്പൊ ഈ വാച്ചും കൊണ്ട് കുട്ടിയും കൊണ്ട് അവിടെയൊക്കെ ചെന്ന് ഇത് നാട്ടിൽ മുഴുക്ക പാട്ടാവും, എൻ്റെ മോന് ഇന്നൊരു കള്ളൻ എന്നുള്ള പേര് വീഴും, ഒന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു പറഞ്ഞു. അധ്യാപകനാകെ വിമിട്ടത്തിലായി, ഇനി എന്ത് ചെയ്യും എന്നുള്ളത്. അവസാനം അമ്മ പറഞ്ഞു, മോനെ നീ ഇത് നാളെ തിരിച്ചു കൊണ്ടുവന്ന് അവിടെ കുട്ടിക്ക് ആ ക്ലാസ്സിൽ എവിടെയെങ്കിലും വച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ ആ കുട്ടിക്ക് കാണുന്ന തരത്തിൽ കാണിച്ചു കൊടുക്കണം, അവന് തിരിച്ചു കിട്ടട്ടെ വാച്ച് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി സമ്മതിച്ചു, ഞാൻ നാളെ എങ്ങനെയെങ്കിലും അത് ആ വാച്ച് അങ്ങ് തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഇവൻ വാച്ചുമായിട്ട് സ്കൂളിൽ പോവുകയാണ്. സ്കൂളിൽ ചെന്നിട്ട് ഈ കുട്ടി ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റൊരു കുട്ടിയുടെ ബാഗിലേക്ക് വാച്ചിട്ടിട്ട് അവന് വെള്ളം കുടിക്കാനോ കളിക്കാനോ പുറത്ത് പോയിട്ട് വന്നപ്പം വാച്ച് എൻ്റെ അകത്തുനിന്ന് ഇവൻ തന്നെ എടുത്തിട്ട് കാണിക്കുന്നത് ഇവൻ്റെ ബാഗിനകത്ത് വാച്ച് ഇടുന്നു. ഈ കുട്ടിയൊന്നും അറിഞ്ഞില്ല. അവനെന്ന് വെച്ചാൽ വളരെ ദാരിദ്ര്യത്തിലെ സ്ഥിതിയിലൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. അങ്ങനെ ആകെ ബഹളായി. അധ്യാപകർ വന്നു. വാച്ച് മോഷ്ടിക്കപ്പെട്ടെന്ന് ആരോപിക്കപ്പെട്ട കുട്ടിയെ അധ്യാപകരൊക്കെ മാറിയും തിരിഞ്ഞും ചോദ്യം ചെയ്യുക, പ്രധാന അധ്യാപകൻ അടി കൊടുക്കുക. അവൻ ഒന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അവൻ കൈമലർത്തി ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാവരും കുറ്റവാളിയാക്കുകയാണ്. ഇതിനിടയ്ക്ക് സ്വന്തം മോനാണ് ഈ പ്രവൃത്തി ചെയ്തെന്ന് ഈ അധ്യാപകൻ അറിയാം. അദ്ദേഹത്തിനൊന്നും തുറന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കുട്ടിയെ അടിക്കുന്നതിൽ നിന്നൊക്കെ മറ്റധ്യാപകരെ വിലക്കുന്നുണ്ട്. അവനെ പിടിച്ചു മാറ്റി അവനെ കുറച്ചുകൂടി സുരക്ഷിതമാക്കാൻ ശ്രമിച്ചു. കാര്യം ഈ ആരോപിക്കപ്പെട്ട കുട്ടിയെ അവനെ കൂടുതൽ ദ്രോഹിക്കുന്നതായിട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ കുട്ടിക്ക് വാച്ച് തിരികെ കിട്ടി. ആ വിഷയം അവിടെ സമാപിച്ചു. പക്ഷെ ഈ അധ്യാപകൻ അങ്ങോട്ട് ഉറക്കം വരുന്നില്ല. സ്വന്തം മകനെ വീണ്ടും അദ്ദേഹം നന്നായിട്ട് ശിക്ഷിച്ചു. ഈ കാണിച്ച മോശമായിപ്പോയി എന്നുള്ള മട്ടിൽ സ്വന്തം മകനെ അന്ന് വൈകുന്നേരം നന്നായിട്ട് ശിക്ഷിക്കുകയൊക്കെ ഉണ്ടായി. അവൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയെങ്കിലും അത് തിരിച്ചു കൊടുക്കണമെന്ന് എനിക്കുള്ളായിരുന്നു, ഞാൻ അറിയാതെ ഇവന്റെ ബാഗിലും കിട്ടുപോയതാണ് എന്നൊക്കെ പറഞ്ഞു. ഈ കുട്ടികളുടെ ബുദ്ധിയല്ലേ, അങ്ങനെ ആയതാണ്. എന്തായാലും ഇത് കഴിഞ്ഞപ്പോൾ ഈ അധ്യാപകന്റെ കൈക്ക് ചെറിയ വിരലുകൾക്കൊക്കെ ഒരു തരം തരിപ്പും വേദനയും പെരുപ്പും അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം ഉണ്ടായി. ഒരു വിറയിലൊക്കെ ആരംഭിച്ചതാണ് അദ്ദേഹത്തിന്. പിന്നീട് ആ കൈ പതിയെ വിറയിൽ കൂടി ഇപ്പം കൈ മുഴുക്കെ അങ്ങോട്ട് വിറയ്ക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇത് ഇത്രയും വർഷമായി എന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ ഇതിനോടകം എത്രയോ ഡോക്ടേഴ്സിനെ കണ്ടു. ആ ഡോക്ടേഴ്സിന്റെ ഒക്കെ നിർദ്ദേശപ്രകാരം പല തരത്തിലുള്ള ഗുളികളൊക്കെ കഴിച്ചു നോക്കി. ഒരു തരത്തിലും മാറ്റമില്ല. അവസാനം എപ്പോഴും ഈ ഒരു ചിന്താഗതി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെ വേട്ടയാടുകയാണ്. അപ്പൊ ഇത് ബാലശാപം കൂടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം ആകെ ക്ഷീണാവസ്ഥ. അദ്ദേഹം നന്നായിട്ട് കരഞ്ഞ മനുഷ്യൻ ഉള്ളിലുള്ള ആ തേക്ക എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പോൾ ഈ മോഷണാരോപണം നേരിട്ട കുട്ടിയെ അങ്ങനെ വാച്ച് മോഷ്ടിക്കപ്പെട്ടവനെന്നുള്ള ലേബലൊക്കെ കിട്ടി. അങ്ങനെ അവൻ്റെ അച്ഛൻ വന്നിട്ട് അവനെ ക്ലാസ്സിൽ വെച്ചൊക്കെ അടിയൊക്കെ കൊടുത്ത് വിളിച്ചുകൊണ്ട് പോയി. പിന്നീട് ആ കുട്ടി വേറെ സ്കൂളിലൊക്കെ മാറിപ്പോകുന്ന ഒരു ചരിത്രം ഉണ്ടായി. അപ്പൊ ഈ കുട്ടിയെ കുറിച്ച് കൂടുതൽ ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, അവനെ എനിക്കറിയാം. കാര്യം ഞാൻ ഈ ട്രിവാൻഡ്രത്ത് ഈ നാടകവും കുറച്ച് കാര്യങ്ങളും ആയിട്ടൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ഇവൻ അവിടെ ഒരു അഭിനയമോഹിയായിട്ട് വന്നിട്ടുണ്ട്. അവൻ ഒരുവിധമൊക്കെ ആക്ട് ചെയ്യുന്ന പയ്യനാണ്. ഞങ്ങളുടെ 1-2 വർക്കുകളിലൊക്കെ അവൻ ഒരുവിധം ഭേദപ്പെട്ട റോളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു, അവനെ എനിക്കറിയാം, കുഴപ്പമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവനിപ്പോ എറണാകുളത്തിനടുത്ത് ഒരു ബേക്കറിയൊക്കെ ഇട്ട് നല്ലൊരു നിലയിൽ ജീവിച്ചു പോരുകയാണ്. അവന്റെ ജീവിതം നന്നായിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അധ്യാപകൻ പറഞ്ഞു, എൻ്റെ മോന്റെ കാര്യം അങ്ങനെയല്ല. എൻ്റെ മോൻ വളരെയധികം പ്രയാസത്തിലൂടെയാണ് ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മദ്യപിച്ച് ഒരുപാട് മോശപ്പെട്ട കൂട്ടുകെട്ടുകളിലൊക്കെ പോയി. അങ്ങനെ അവന്റെ ശാപമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഞാൻ എന്തായാലും ആ കുട്ടിയെ കണ്ടിട്ട് ഒന്ന് മാപ്പ് പറയാൻ പോണേ, എവിടെയാണ് അവളുള്ളത്, എനിക്കൊന്ന് പറഞ്ഞേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ എന്തായാലും ഇപ്പോൾ അയാൾ പോയി കാണണ്ട, ഞാനൊന്ന് അന്വേഷിക്കട്ടെ, നമുക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. ഞാനൊന്ന് അന്വേഷിച്ചപ്പോൾ ഇയാളെ എറണാകുളത്തുള്ള ഫോൺ നമ്പർ കിട്ടി. ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് ഈ കാര്യത്തെ പതിയെ കുശലാന്വേഷണത്തിനൊടുവിൽ പറയുകയാണ്. പറഞ്ഞപ്പം അയാൾക്ക് ആദ്യം ഈ കാര്യങ്ങൾ ക്ലാസ്സിൽ വെച്ച് നടന്ന ഈ സംഭവമൊന്നും
അങ്ങോട്ട് മനസ്സിലായി. അയാൾ പറഞ്ഞു, ഓ, ക്ലാസ്സിലേക്ക് വെച്ച് എനിക്ക് ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളും, എന്ത് വിഷയം വന്നാലും എൻ്റെ മുകളിലേക്കാണല്ലോ വന്ന് കയറുക. അതുകൊണ്ട് ഞാനിതൊന്നും എല്ലാം ഓർക്കുന്നില്ല. ഞാൻ പിന്നെ വീണ്ടും ഈ വാച്ചിന്റെ കാര്യമൊക്കെ എടുത്ത് പറഞ്ഞപ്പോൾ അയാൾക്ക് ഓർമ്മ കിട്ടി. അപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നുണ്ട്. അന്നത്തെ കാര്യമല്ലേ. അത് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ വാച്ച് എടുത്ത് എൻ്റെ ബാഗിലിട്ട ആളെ എനിക്ക് മനസ്സിലായല്ലോ, അത് സാറിന്റെ മോനാണെന്ന് എനിക്ക് മനസ്സിലായല്ലോ എന്ന് അയാൾ ചിരിയോടെ പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ മനസ്സിലായി? വേറൊന്നുമില്ല, അവൻ തന്നെ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, ഞാനാണത് ചെയ്തത് എന്ന് പറഞ്ഞ് എനിക്ക് കുറച്ച് മിഠായി, കുറച്ച് നട്ട്സ് എല്ലാം കൂടെ കൊണ്ടുവന്ന് അവൻ തരികയുണ്ടായി. അവൻ്റെ അമ്മ മേടിച്ചു തന്നതാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തന്നു. ഞാൻ ഈ നട്ട്സും മിഠായിയൊക്കെ അപ്പോഴാണ് കാണുന്നത്, ഇത്രയും നല്ല ക്വാളിറ്റികൾ. അതൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഞാനും അവനായിട്ട് പിന്നെ അങ്ങോട്ട് വളരെ ഫ്രണ്ട്ഷിപ്പിലാണല്ലോ കഴിയുന്നത്. അവൻ ഇപ്പം എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ച് വളരെയധികം കാര്യമായിട്ട് ഇയാൾ എൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പം ഞാൻ ഈ വിവരം പിന്നെ അധ്യാപകനെ അറിയിച്ചു. ഇങ്ങനെ ആ കുട്ടിയെ അപ്പോഴേ വിട്ട കാര്യം അവർ തമ്മിൽ പരസ്പരം പറഞ്ഞ് അന്നേ ആ കുട്ടി അവന് മാപ്പൊക്കെ കൊടുത്ത് അവന് സന്തോഷമായി. അവർ തമ്മിൽ ഒരുമിച്ച് പിന്നെയും അവർ ഫ്രണ്ട്ഷിപ്പിൽ പോയതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് കേട്ടപ്പം അധ്യാപകന് ആശ്വാസമായി. കാര്യം ഇദ്ദേഹം വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും കാലഘട്ടത്തിലും ആ കുട്ടി അറിഞ്ഞിട്ടില്ല തൻ്റെ മോനാണ് ഈ തെറ്റ് ചെയ്തതെന്ന്. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് കുട്ടികളല്ലേ, അവർ പരസ്പരം സൗഹൃദം, അവരിങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു വില്ലനായിട്ടൊന്നും അല്ല ഈ അധ്യാപകന്റെ മോൻ ഉണ്ടായിരുന്നത്. അവൻ അപ്പോഴത്തെ വിവരക്കേടിൽ ചെയ്തൊരു കാര്യമാണ്, അത് വലിയ തെറ്റ് തന്നെയാണ്. പക്ഷെ അവനത് ഏറ്റുപറയുകയും മറ്റേ കുട്ടിയായിട്ട് ഒരുപാട് ആരോപണങ്ങൾക്ക് ഈ പാവപ്പെട്ട ചില കുട്ടിയൊക്കെ ഉണ്ട്, ചുമ്മാ ആരോപണങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ തന്നെയാണ്, ഒരു ചെണ്ട പോലെ ആയിരിക്കും അവരുടെ മുകളിൽ എല്ലാ കൊട്ടും കിട്ടും. അങ്ങനെയുള്ളൊരു കൂട്ടുകാരനായിരുന്നു അവൻ. എന്നിട്ട് അവൻ ഇന്ന് നല്ലൊരു നിലയിലെത്തി. പക്ഷെ ഇത് അധ്യാപകന്റെ മോൻ എന്തൊക്കെയോ കൊണ്ട്, അവന്റെ കാലക്കേട് കൊണ്ട് അവൻ മോശപ്പെട്ട ചില വഴികളിലേക്കൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവനെ നന്നാക്കി എടുക്കാമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിനുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെയുള്ള അവൻ്റെ സമയദോഷമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പറഞ്ഞത് ഈ ബാലശാപം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ആ ബാലശാപം തന്നെ ആവണമെന്നില്ല. ആ ഒരു വ്യക്തിക്ക് നമ്മൾ കൊടുത്ത ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ തന്നെ ആഘാതമായിട്ട് വരും. ആ ആഘാതമായി വരുന്ന കാര്യം പിന്നീട് നമ്മുടെ ജീവിതത്തിനെ എല്ലാം പ്രതികൂലമായിട്ട് ബാധിക്കും. ഈ അധ്യാപകനൊരു ബാലശാപം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ കുട്ടി കരഞ്ഞപ്പോൾ പ്രകൃതിയുടെ ഒരു പ്രതികരണമാണ് ഇദ്ദേഹത്തിന് ഒരു ബാലശാപമായിട്ട് കിടക്കുന്നത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ കൈയുടെ ഈ പ്രശ്നമൊന്നും അതുകൊണ്ട് ഉണ്ടായതല്ല, അതെന്തോ നെർവ് ഡിസോർഡർ ആണ്. അല്ലാതെ അദ്ദേഹത്തിന് ഇത്രയും കാലം ഇദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായ ഈ സമാധാനമില്ലായ്മ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ബാലശാപം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഇത്രയും വർഷത്തെ ഒരുപാട് സന്തോഷങ്ങളെ അദ്ദേഹം മറച്ചു വെച്ച ഈ ഒരു കാര്യം കൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും ഇഷ്ടമല്ല. അദ്ദേഹം വളരെ നേരെ പോകുന്ന പറയുന്ന ചിന്താഗതിക്കാരനാണ്. പക്ഷെ ആ കുട്ടിയെ തെറ്റുകാരനായപ്പോൾ എൻ്റെ മോനാണ് ഇത് ചെയ്തതെന്ന് തുറന്ന് പറയാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ആ പെയിൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും അദ്ദേഹത്തിന് വേണ്ടുന്ന കുറച്ച് പൂജ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. കാര്യം ഇത്തരം ശാപം ഒരു അന്തരീക്ഷത്തിൽ ഉണ്ടായിപ്പോയാൽ നമ്മുടെ പ്രാണനിലയങ്ങളുമായിട്ട് അത് ബന്ധപ്പെട്ടു പോയാൽ അത് നീക്കം ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള പരിഹാര കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഞാനിത് പറഞ്ഞത്, ഒരു വ്യക്തിക്ക് ഈ ബാലശാപം എന്ന് പറയുന്നത് മനസ്സിലേറ്റുപോയാൽ അത് അതികഠിനമായിട്ട് വരും. അത് അയാളുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കും. എന്നാൽ ചിലർക്ക് ബാലശാപം ഉണ്ടായാൽ അത് എന്താണെന്ന് പോലും തിരിച്ചറിയില്ല. അപ്പോൾ നമുക്ക് ബാലശാപം ഉണ്ടായി വരുന്നതിന് ചില ലക്ഷണങ്ങളുണ്ട്. ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാനൊന്നും പറ്റില്ല. ആ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് ഞാൻ ചെറുതായിട്ട് സൂചിപ്പിക്കാം. നമസ്കാരം, ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ RJ അയ്യർ, ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, മോട്ടിവേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. അതിന്റെ ലിങ്ക് ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിലൂടെ ജോയിൻ ചെയ്താൽ മതി. നിങ്ങളുടെ വാട്സപ്പിൽ എന്നും രാവിലെ നിങ്ങൾക്ക് ഇതിന്റെ അപ്ഡേഷൻസ് ലഭ്യമാകുകയാണ്, തികച്ച സൗജന്യമായിട്ട്. മാത്രമല്ല, നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളും ഇതിലൂടെ ജോയിൻ ചെയ്യുന്നവർക്ക് കിട്ടുന്നതാണ്. മാത്രമല്ല, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്തത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴിൽ ഇങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനു വേണ്ടിയിട്ട് ഇതുവരേക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. മാത്രമല്ല, ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിലായിരിക്കും നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അറിവ് കിട്ടുക. നോട്ടിഫിക്കേഷൻ ആയിട്ടോ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ആയിട്ടോ നിങ്ങൾക്ക് ലഭ്യമാകുക. അതിന് വേണ്ടിയിട്ട് അതും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ
ഒരാൾക്ക് ഒരു ബാലശാപം ഏറ്റാൽ സ്വതവേ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ, നമുക്ക് ഈ പറയുന്ന ലക്ഷണങ്ങൾ പല കാര്യത്തിലും ഉണ്ടായി വരാം. എന്നാലും ബാലശാപം മൂലം വരുന്ന ലക്ഷണങ്ങൾ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ, രണ്ടുപേര് സന്താന കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുകയാണ്, പക്ഷെ സന്താനം ഉണ്ടാകുന്നില്ല. ഡോക്ടറെ സമീപിക്കാൻ പറയുമ്പോൾ രണ്ടുപേർക്കും പ്രത്യക്ഷത്തിൽ യാതൊരു പ്രശ്നവുമില്ല, എല്ലാ ടെസ്റ്റുകളും നടത്തുമ്പോഴും ഒരു പ്രശ്നമില്ല, പക്ഷെ സന്താനം ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബാലശാപം നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നോക്കണം. ബാലശാപത്തിൽ മാത്രമല്ല, ബ്രാഹ്മണശാപത്തിലും നാരീശാപത്തിലും ഒക്കെ ഇത് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടോ എന്ന് നോക്കണം. സർപ്പശാപം ഇതിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇതിൽ ഏതാണ് എന്നുള്ളത് വ്യക്തമായിട്ട് നോക്കേണ്ടതുണ്ട്. ബാലശാപം വലിയൊരു ഘടകമാണ് കേട്ടോ ഇതില്. രണ്ടാമത്തെ കാര്യം, സന്താനങ്ങൾക്ക് വൈകല്യങ്ങൾ വരിക എന്നുള്ളതാണ്. സന്താനങ്ങൾക്ക് പലതരത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടാകുക, നിരന്തരം സന്താനങ്ങൾക്ക് രോഗാവസ്ഥകളൊക്കെ ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും പല കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് വൈകല്യങ്ങളൊക്കെ ഉണ്ടായി വരാം. രോഗാവസ്ഥകളും സ്വാഭാവികമായിട്ട് കുട്ടികൾക്ക് ഉണ്ടായി വരാം. എങ്കിലും ഇത് നമുക്ക് സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ കാണുകയാണെങ്കിൽ ഈ കുട്ടിയിലൊരു ബാലശാപം ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് കവടിച്ച് നോക്കുന്നത് നന്നായിരിക്കും. പിന്നെ മൂന്നാമത്തെന്ന് പറഞ്ഞാൽ വീട്ടിൽ കുട്ടികൾ വാഴാത്തതാണ്. അതായത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ സ്വന്തം ആയിട്ട് ചിലപ്പം കുട്ടികൾ ഉണ്ടാവാത്തതുണ്ടാകാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് എപ്പോഴും അബോർഷൻ സംഭവിച്ചു പോവുക, ഗർഭിണിയാവുന്നു അബോർഷനായി പോവുക എന്നുള്ള ഒരു അവസ്ഥ വന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല വീട്ടില് പൂച്ച, പട്ടി, പശു അങ്ങനെ എന്ത് വളർത്തുമൃഗങ്ങൾ പ്രസവിച്ചാലും കുട്ടിയെ നഷ്ടപ്പെട്ടു ഇല്ലാണ്ടായി പോവുക. പ്രധാനമായിട്ട് ഇവരൊക്കെ വീട്ടിൽ മത്സ്യങ്ങളൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ എല്ലാ മത്സ്യവും ചത്തുപൊങ്ങുന്നതായിട്ട് കാണാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊരു ലക്ഷണമാണ്. നാലാമത്തെ, എപ്പോഴും മനഃശാന്തി നഷ്ടപ്പെട്ടതുപോലെ കാണപ്പെടുക. എന്ത് ചെയ്യാലും നമുക്കൊരു പേടി, എന്തോ ഒരു ഉൾഭയം ഇങ്ങനെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അത് ചില ഡിപ്രഷൻ കണ്ടീഷനിലൊക്കെ വരും. മനഃശാന്തി നഷ്ടപ്പെടുക, അത് ആ മനഃശാന്തി നഷ്ടപ്പെട്ടാൽ ഉടനെ അത് ബാലശാപമാണെന്ന് ഉറപ്പിക്കരുത്. അങ്ങനെ നിങ്ങൾക്കൊരു തോന്നലുണ്ടാകുന്ന ഒരു സംഭവം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യുക. കുട്ടികളെ ഉപദ്രവിച്ചതായിട്ട് ബന്ധപ്പെട്ടോ മറ്റോ നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രം അതൊന്ന് ചെക്ക് ചെയ്യുക. അഞ്ചാമത്തെ കാര്യം, വീട്ടിലെ കുട്ടികൾ വഴിതെറ്റി പോവുക. അവർക്ക് ലക്ഷ്യബോധമില്ലാതെ എപ്പോഴും അവരിങ്ങനെ നമ്മുടെ അനുസരണമൊന്നുമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഒരാളല്ല രണ്ടാള് അങ്ങനെയൊക്കെ കുട്ടികൾ ഏതൊക്കെ ഉണ്ട് എല്ലാവരും വഴിതെറ്റി പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിലൊക്കെ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ മറ്റൊന്നാണ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു കുട്ടിയെ സ്വപ്നം കാണിക്കുക. മിക്കവാറും അതൊരു ഒറ്റമുണ്ട് ഉടുത്ത കുട്ടിയോ അല്ലെങ്കിൽ പുറംതിരിഞ്ഞ് ഓടിപ്പോകുന്നതായിട്ടുള്ള ഒരു കുട്ടിയെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് രാത്രികളിൽ സ്വപ്നം കാണുക. ഇതൊരു പ്രത്യക്ഷ ലക്ഷണമാണ്. പിന്നെ വേറൊന്നുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ഇങ്ങനെ ബാലശാപമായിട്ടും കന്യാവ് എന്ന് പറയുന്ന ഒരു ഉപദ്രവം ചിലതിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെ കന്യാവ് ഉപദ്രവങ്ങൾ വരികയാണെങ്കിൽ ശിശുക്കള് രാത്രി നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുക, ഏതെങ്കിലും ഒരു ഭാഗത്ത് നോക്കി ഇങ്ങനെ നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കുക, കുട്ടിക്ക് നിരന്തരം നീർവീഴ്ച രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ബാലശാപമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ കുടുംബത്തിനകത്തോ വീട്ടിനകത്തോ കുട്ടികളിലോ ബാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഈ ബാലശാപം എന്ന് പറയുന്നത് ഏതാണ്ട് 1 നും 9 ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾ, അവരെ നമ്മൾ ഉപദ്രവിക്കുന്നതിലൂടെ വന്നുകൂടുന്ന ഒരു പ്രകൃതിയുടെ ഒരു പ്രതിപ്രവർത്തനമാണെന്ന് പറയാം. പ്രകൃതിയാണ് നമുക്ക് ശിക്ഷ നൽകുന്നത്. ആ കുട്ടികൾ ഇങ്ങനെ ശപിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുട്ടികളുടെ മനസ്സ് നൊന്നിട്ട് അവർ ചെയ്യാത്ത തെറ്റുകൾക്ക് മേൽ നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ, മുതിർന്നവർ എന്ന് അവകാശപ്പെടുന്ന നമ്മൾ വിവേകമില്ലാതെ വിവരമില്ലാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ ആ പ്രകൃതി തന്നെ നമുക്ക് നൽകുന്ന ശിക്ഷയായിട്ടാണ് ഈ ബാലശാപത്തെ പറയുന്നത്. ഈശ്വരതുല്യമായിട്ടാണ് കുട്ടികളെ കാണുന്നത്. അപ്പൊ ആ ഈശ്വരതുല്യമായ കുട്ടികളെ നമ്മൾ ഉപദ്രവിക്കുമ്പോൾ ഈ പ്രകൃതിയാകുന്ന ഈശ്വരി നമുക്ക് ശിക്ഷകൾ നൽകുന്നതാണ്. ബാലശാപ കാരണങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. ഒന്ന്, കുട്ടികളുടെ വൈകല്യങ്ങളെ കുറിച്ച് കളിയാക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് നാവ് തിരിയുന്നില്ല, അല്ലെങ്കിൽ മുടന്തുണ്ട്, കുട്ടികൾക്കുടെ പ്രകൃതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്, നിരന്തരം അവരെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് അതൊരു ബാലശാപം പോലെ ആവും. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെയുള്ള വൈകല്യമുള്ള കുട്ടികൾ ജനിക്കാനത് കാരണമാകുമെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തത്, നേരത്തെ പറഞ്ഞാൽ കുട്ടികളെ കഠിനമായി ഉപദ്രവിക്കുക. കുട്ടി ചിലപ്പോൾ ചെറിയ തെറ്റുകളൊക്കെ കാണിച്ചു എന്ന് നമ്മൾ ചെറിയ ശിക്ഷയൊക്കെ കൊടുത്തു എന്നൊക്കെ വരും, കുട്ടികളെ അനുസരണ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗമായിട്ട്. പക്ഷെ ആ ശിക്ഷയുടെ കാഠിന്യം കൂടി അതിനെ മൃഗീയമായിട്ട് ഉപദ്രവിക്കുന്ന തരത്തിലേക്കൊക്കെ പോകുന്നത് അത് ഒരു പ്രകൃതിക്ക് പോലും ക്ഷമിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനെയൊക്കെയുള്ള അവർക്ക് ബാലശാപമായിട്ട് ഉണ്ടാവാറുണ്ട്. മൂന്നാമത്തെ കാര്യം, കുട്ടികളെ ഉപയോഗിച്ച് സ്വാർത്ഥമായ ലക്ഷ്യങ്ങൾ നേടുക എന്നുള്ളതാണ്. ചിലർ കുട്ടികളെ കൊണ്ട് മോഷണം പഠിപ്പിക്കുക, ചില മോഷണ കൃത്യങ്ങളിൽ ഏർപ്പെടുത്തുക, അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. മാത്രമല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ചില കുഞ്ഞു കുട്ടികളെ ഉപയോഗിച്ച് മുതിർന്നവരെ, ഒരാളുമായിട്ട് വഴക്കുണ്ടെങ്കിൽ ആ കുട്ടിയെ ഉപദ്രവിച്ചു, ശാരീരികമായി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് പോക്സോ കേസിലൊക്കെ കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് അതൊരു ബാലശാപമായിട്ട് മാറുന്നുണ്ട്. ആരാണോ ഇങ്ങനെ ആ കുട്ടിയെ ഉപയോഗിച്ച് ചെയ്തത് ആ വ്യക്തി പിന്നീട് അതിന്റെ ദുരനുഭവം ഒരുപാട് അനുഭവിക്കേണ്ടി വരും.
പിന്നെ കുട്ടികളെ കൊണ്ട് ബാലവേല ചെയ്യിക്കുക എന്നുള്ളതാണ്. പണ്ട് കാലത്താണ് ഇത് കൂടുതലായിട്ടുണ്ട്. ഇന്ന് ബാലനിയമങ്ങളൊക്കെ വളരെയധികം ബലപ്പെട്ടതായതുകൊണ്ട് കുട്ടികൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അധികം വരാറില്ല. എങ്കിലും ചിലയിടങ്ങളിൽ കുട്ടികളെ കൊണ്ട് അമിതമായിട്ട് അവരുടെ ശരീരത്തിനും മനസ്സിനും താങ്ങാത്ത പ്രവൃത്തികളൊക്കെ ചെയ്യിച്ച് അവരെ ഉപദ്രവിക്കുന്ന രഹസ്യമായിട്ട് ഇന്നും പലയിടത്തും ഉണ്ട്. അത് ബാലശാപമായിട്ട് മാറാറുണ്ട്. ഇനി കുട്ടികളുടെ കാര്യത്തിൽ അവർക്ക് എന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ കൃത്യമായ ചികിത്സ നൽകാതിരിക്കുക, അവർക്ക് കൃത്യമായ ചികിത്സ കൊടുക്കാതിരുന്ന കാരണം ആ രോഗം മൂർച്ഛിച്ച കുട്ടിക്ക് മരണതുല്യമായിട്ടുള്ള അവസ്ഥ വരിക, അല്ലെങ്കിൽ വളരെയധികം വേദനാജനകമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോവുകയൊക്കെ ബാലശാപത്തിന് കാരണമാകും. എന്നാലും വലിയ ഗുരുതരമായിട്ടുള്ള രോഗം ബാധിച്ചിട്ട് ചികിത്സിക്കാൻ നിവൃത്തിയില്ലാതെ പലരും ആയി പോകുന്നുണ്ട്. അവരെ കുറിച്ചല്ല പറയുന്നത്. ഈ കുട്ടിയെ ഉപേക്ഷ കാണിച്ചു കളയുക എന്ന് പറയില്ലേ, കുട്ടിയെ മൈൻഡ് ചെയ്യാതെ, കുട്ടിക്ക് രോഗം വന്നാൽ ഒന്നും ശ്രദ്ധിക്കില്ല, അവരവരുടെ കാര്യം നോക്കി മദ്യപിച്ച് നടക്കുക അല്ലെങ്കിൽ വേറെ തരത്തിൽ നടക്കുക ഒക്കെയുള്ള പല ആൾക്കാരുണ്ട്. രക്ഷാകർത്താക്കൾ എന്ന പേര് പറഞ്ഞിട്ട് അങ്ങനെ കുട്ടി അവസാനം ചികിത്സയൊന്നും കിട്ടാതെ ചെറിയ പനിയൊക്കെ ആയിട്ട് മൂർച്ഛിച്ചൊക്കെ മരിച്ചു പോകുന്ന കുട്ടികളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഇന്നും പലയിടത്തും നടക്കുന്നുണ്ട്. എല്ലാത്തിനും ഉപേക്ഷ കാണിച്ചു പോവുക, അങ്ങനെയൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും ബാലശാപത്തിന് കാരണമാകുന്നതാണ്. ഇനി അടുത്ത കുട്ടികളെ വെച്ച് ദുഷ്പ്രചരണം നടത്തുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ സാറിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഈ മോഷണം പോലുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കുട്ടികളെ മേലെ ആരോപിക്കുക, വേണ്ടാത്ത ചില കാര്യങ്ങളൊക്കെ കുട്ടി ചെയ്തു എന്ന് പറയുക, അങ്ങനെയൊക്കെ ഉള്ള ദുഷ്പ്രചരണം. കുട്ടിക്കാണെങ്കിൽ ഇതിന് ഞാനല്ല ചെയ്തതെന്നും ഒക്കെ പറയാനുള്ള കാര്യം ഉണ്ടായിരിക്കും, പക്ഷെ അതൊന്നും പറയില്ല. കുഞ്ഞു കുട്ടികളെ വെച്ച് തന്നെ അപവാദം പറയുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടില്ലേ, ഒരു അധ്യാപിക കുഞ്ഞു കുട്ടിയെ തന്നെ മുൻനിർത്തിയിട്ട് അവിടുത്തെ ഒരു അധ്യാപകനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ കുട്ടിയെ മോശപ്പെട്ട തികച്ച അധമമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ചാനലിലൊക്കെ കണ്ടിട്ടില്ലേ. അത്തരമുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് വളരെ വേദനാജനകമാണ്. അത്തരം ശാപങ്ങളൊക്കെ ഏൽക്കുന്നത് ഒരാൾക്കും പിന്നീട് അവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റാത്ത തരത്തിലേക്ക് മാറ്റിക്കളയും. പിന്നെ അടുത്തൊന്നുള്ളതെന്ന് പറഞ്ഞാൽ ചില കുട്ടികൾക്ക് ഈശ്വര ആരാധനയിലും മറ്റു കാര്യങ്ങളിലൊക്കെ വളരെ വിശ്വാസമായിരിക്കും. അവരെങ്ങനെ പ്രാർത്ഥിച്ചു പോകുമ്പോൾ ഈ ഈശ്വര വിശ്വാസമൊന്നും ഇല്ലാത്തവര് ഇനി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇവർ പ്രാർത്ഥിക്കുന്ന ചിലപ്പം ഭഗവത്ഗീതയാവാം, മന്ത്രങ്ങളാവാം, നിലവിളക്കാവാം, അതെല്ലാം തട്ടിമറിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചില പ്രത്യേകിച്ച് രാഷ്ട്രീയങ്ങളൊക്കെ ഉള്ള ആൾക്കാർ വീട്ടിൽ കുട്ടികളെ പ്രാർത്ഥിക്കാൻ അമ്പലത്തിൽ പോകാനൊന്നും സമ്മതിക്കില്ല. അങ്ങനെയൊക്കെ തടസ്സം ചെയ്യുന്നത് ഒരു ബാലശാപം പോലുള്ള അനുഭവം ഉണ്ടാക്കും. പിന്നെ കുട്ടികളെ പട്ടിണി കിടത്തുക, എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ ചെയ്തതിന്റെ പേരിൽ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക. ഇന്നേ കാലത്ത് അധികം കാണുന്നില്ല. കുട്ടികളെ പട്ടിണി കിടത്തുക, വീട്ടിന് പുറത്ത് അടിച്ചിറക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മുൻകാലങ്ങളിലുണ്ടായിരുന്നു. മുൻകാലങ്ങളിലെ ബാലശാപത്തിന്റെ ഒരു 90% കുട്ടികളെ പട്ടിണിക്ക് ഇട്ടത് കൊണ്ട് വരുന്നതായിരുന്നു. ഇപ്പോൾ അത് അധികം കാണുന്നില്ല. കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ ധാരാളം കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. പണ്ടത്തെ അത്ര പീഡനം ഇന്നില്ല എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ബാലശാപം ഏറ്റു എന്നൊരു സംശയം നമുക്കുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനെ അറിയാനുള്ള മാർഗം ഇത് ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ തന്നെയായിരിക്കും. ഒരു നല്ലൊരു ദൈവജ്ഞന്റെ അടുത്ത് പോയിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് പറയുക, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ഒന്ന് രാശിപ്രശ്നം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അദ്ദേഹം തന്നെ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയും. അപ്പം പിന്നെ നമുക്ക് ചിലപ്പോൾ കുട്ടിയെടുത്ത് നമ്മൾ ദ്രോഹം ചെയ്തിട്ടുണ്ട്, പക്ഷെ ചിലപ്പോൾ ആ കുട്ടിയോട് തന്നെ നമുക്ക് നേരിട്ട് അതിന്റെ പരിഹാരം ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല. അപ്പോൾ നമ്മൾ പ്രതീകാത്മകമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യണം. കുട്ടികൾക്ക് വസ്ത്രം നൽകുക, മധുരം നൽകുക തുടങ്ങിയൊക്കെ വളരെ നല്ല കാര്യമാണ്. ഈ അനാഥ കുട്ടികളെയൊക്കെ പരിപാലിക്കുക, അവർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് വളരെ നല്ലതാണ്. ഭക്ഷണം കൊടുക്കുക. ചിലപ്പോഴൊക്കെ ഒരു കുട്ടിയെ ദത്തെടുത്ത് പരിപാലിക്കേണ്ടുന്ന ഒരവസ്ഥ വന്നേക്കാം. ചിലർക്കാണെങ്കിൽ ചില സ്പോൺസേർഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാറേണ്ട അവസ്ഥ വന്നേക്കാം. അതൊക്കെ ആ ശാപത്തിന്റെ കാഠിന്യം അനുസരിച്ചാണ്. താന്ത്രിക പദ്ധതിയിലേക്ക് വരുമ്പോൾ ബാലഗണപതി ഹോമം കഴിപ്പിക്കുക എന്നുള്ളതാണ്. 3 ദിവസം നീളുന്ന തരത്തിലുള്ള ബാലഗണപതി ഹോമമുണ്ട്. ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്യുന്ന ബാലഗണപതി ഹോമമുണ്ട്. അത് ഗുണപ്രദമാണ്. ഇനി ബാലഗോപാല ഹോമം നടത്തണം. അത് 28 കദളിപ്പഴം ചേർത്ത പാൽപ്പായസം തയ്യാറാക്കിയിട്ട് ആ പാൽപ്പായസം ഹോമിക്കണം. 2 കാലങ്ങളിലായിട്ട് ഹോമിച്ച് 15 കുട്ടികൾക്ക് മധുരവും വസ്ത്രവും സമ്മാനിക്കുന്ന രീതിയുണ്ട്. അതും ശാപം പൂർണ്ണമായിട്ട് മാറ്റുന്നതിന് ഗുണകരമാണ്. കന്യാവ് ദോഷം ഉണ്ടെങ്കിൽ ബാലത്രിപുര ഹോമം നടത്തിയിട്ട് മഞ്ഞൾ കലശം ആടിയിട്ട് ആ കന്യാവിനെ പ്രീതപ്പെടുത്തിയിട്ട് ആ കന്യാവിന് സമർപ്പണം ചെയ്യേണ്ടുന്ന ക്ഷേത്രത്തിൽ, ദേവീ ക്ഷേത്രം ഏതാണ് അവിടെ സമർപ്പണം ചെയ്യുക, പ്രീതി കൊടുക്കുക എന്നൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത്രയാണ് ബാലശാപവുമായിട്ട് ബന്ധപ്പെടുത്തി പൊതുവിൽ പറയാനുള്ള കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെ ഒരു ബാലശാപം നിങ്ങൾക്ക് അനുഭവവേദ്യമായിട്ട് വരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളെ പരിഗണിക്കുക. കുട്ടികൾക്ക് വേണ്ടുന്ന നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് പ്രഥമഘട്ടം. നിങ്ങളുടെ മനസ്സിനെ ഇത് അലട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാം നമുക്ക് തുറന്ന് എല്ലായിടത്തും പറയാൻ പറ്റുകയില്ല. എങ്കിൽ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. മനസ്സിനെ ഏൽപ്പിക്കുന്ന ആഘാതമാണ് ഇതിൽ ഏറ്റവും വലുത്. അതുകൊണ്ട് പരമാവധി കുട്ടികളെ ഉപദ്രവിക്കാതിരിക്കുക. കുട്ടികൾ നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. അവർക്ക് പ്രോത്സാഹനങ്ങൾ നൽകുക. തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ തിരുത്തണം. തിരുത്തുന്നതിന്റെ പേരിൽ അവരെ കഠിനമായിട്ട് ശിക്ഷിക്കാനോ അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി മുതിർന്നവരുടെ പക്ഷത്തു നിന്ന് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്.
ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എന്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദന മഠം. നമസ്തേ.